ഹായ് ഹലോ കൂട്ടുകാരെ, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. പിന്നെ എന്താ പറയുക, ഞാൻ ഉച്ചക്കലത്തേക്കുള്ള കുക്ക് ചെയ്യാൻ പോവാണ്, ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. മോര് കറി വെക്കണം, ചിക്കൻ കറി വെക്കണം, പിന്നെ തോരൻ വെക്കണം. ഒരു ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതൊന്ന് കട്ട് ചെയ്ത് നോക്കണം. കട്ട് ചെയ്ത് ഞാൻ കാണിക്കാവേ. ഇച്ചിരി വലിയ ചക്കയാണ്. അത് പഴുത്തിട്ടില്ലെങ്കിൽ നമുക്ക് വേവിക്കാനെ കൊണ്ട് എടുക്കണം. അതപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ചെയ്യാമെന്ന്, ചക്ക മുറിക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഈ ഗ്രില്ലേൽ ഇങ്ങനെ എടുത്ത് ടിന്നിൻ്റെ മണ്ടയ്ക്ക് ഫോൺ എടുത്ത് വെച്ചേക്കുവാണേ. അപ്പം ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഉച്ചക്കലത്തേക്കുള്ള കുക്കിംഗ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. തൈര് ഞാൻ എടുത്ത് വെച്ച് മിക്സിക്കകത്ത് അടിച്ചെടുക്കട്ടെ. ഓക്കെ, എല്ലാം കാണിക്കാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം തന്നെ 2 മിനിറ്റായി. അപ്പം മോര് കറി വയ്ക്കാം, മോര് കാച്ചാൻ പോവാണേ. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എൻ്റെ തല മാത്രമേ കാണത്തുള്ളൂ തോന്നില്ലേ, സാരമില്ല. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് ഇട്ട് കൊടുക്കാം. കടുക് മേടിക്കാൻ മറന്നു പോയി. കടുക് മേടിക്കാൻ പറയാൻ മറന്നുപോയി കേട്ടോ. വറ്റൽമുളക്, പിന്നെ കടുക് വറക്കാൻ അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, കറിവേപ്പില, പച്ചമുളക്, വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കും. കടുക് പൊട്ടി പൊട്ടലും ചീറ്റലും ഒക്കെ കണ്ടില്ലേ. ഇതൊന്ന് വഴണ്ട് വരട്ടെ, മൂത്ത് വരട്ടെ. അപ്പം നമ്മുടെ കടുവൊക്കെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടു. ശകലം മുളക് പൊടി ഇടാം. ഈ മുളക് പൊടി എന്തിനാണ് ഇടുന്നതെന്നറിയാമോ? ഈ മോര് കാച്ചി നമ്മൾ ഇങ്ങനെ ചൂടായി വരുമ്പോഴേ ചുമന്ന് എണ്ണ എല്ലാം കൂടെ കിടക്കുന്ന കാണാം. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പം ഞാനിനി ഈ മോര് ഒഴിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഈ അടുപ്പ് ഓഫാക്കിയിട്ട് ഒഴിക്കത്തുള്ളൂ. കാര്യം ഈ പാനാണെങ്കിൽ നല്ല കട്ടിയുള്ള പാന, ഭയങ്കര ചൂട് നിൽക്കും. അതുകൊണ്ട് ഇതൊന്ന് ഇനിയിപ്പോൾ സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തു. ഇനി നമുക്ക് മോര് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് ഇതങ്ങ് ചൂടാവും കേട്ടോ. മോര് ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ മോര് പിരിഞ്ഞ് പോകും. വേഗം ചൂടായത് കേട്ടോ. അവിടെ പാനെ പറ്റിയിരുന്ന കണ്ട് ആവി വരുന്നുണ്ടോ? പാനെ പറ്റിയിരുന്ന തൈര് പിരിഞ്ഞിരിക്കുമോ. ഇനി നമുക്ക് ശകലം വെള്ളവും കൂടെ ചേർക്കണം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കണം കത്തിച്ച്. ഇപ്പം ഈ മിക്സിയുടെ ജാർ കഴുകി ഞാൻ ഒഴിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ആയി. അപ്പോൾ നമ്മുടെ മോര് റെഡി. ഇനി ഒന്നും കൂടെ ഒന്ന് തീ കത്തിച്ച് ചൂടാക്കാം. അപ്പം നമ്മുടെ മോര് കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ? ഫോണ് ഞാൻ എടുക്കുന്നില്ല. ഫോൺ എനിക്കിപ്പോൾ എടുക്കാൻ പേടിയാണ് കേട്ടോ. ദേ മോര് കറി കണ്ടോ, ആവിയൊക്കെ വരുന്നുണ്ടോ? ഈ പാത്രത്തിന് ഭയങ്കര ചൂടാണേ. ചൂടെന്നല്ല, ഭയങ്കര കട്ടിയാണ്. അപ്പം ചൂട് ശരിക്കും നിൽക്കും ഇതിനകത്ത്. അപ്പം നമ്മുടെ മോര് കറി റെഡിയായി. ഇനി നമുക്ക് തോരൻ വെക്കാനുള്ളതൊക്കെ എടുക്കാം. അപ്പം നമ്മുടെ പയർ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ പയർ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പയർ, സവോള, പച്ചമുളക്, വെളുത്തുള്ളി,
കറിവേപ്പില. ഓക്കെ, ഇനി നമുക്കിത് കടുക് വറുത്തിടാം. തേങ്ങ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തോരന് കടുക് വറക്കാൻ പാൻ വെച്ചു. തേങ്ങ അധികം കണ്ടോ. ഇനി ചിക്കൻ കണ്ടിക്കണം. തോരൻ അടപ്പയിലാക്കിയിട്ട് വേണം ചിക്കൻ കട്ട് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് വേണം ചിക്കൻ കട്ട് ചെയ്ത് ചിക്കനും അടുപ്പയിലാക്കിയിട്ട് വേണം ഈ ചക്ക മുറിച്ച് നോക്കാൻ പഴുത്തമാണ്. അപ്പം ഞാൻ കടുക് വറുത്ത് ഇട്ടിട്ട് കാണിക്കാം. ഓക്കെ, ഇങ്ങനെ കണ്ടിന്യൂ വെച്ചുകൊണ്ടിരുന്നാലേ എനിക്ക് 15 മിനിറ്റ് കൂടുതൽ വീഡിയോ ഇടാൻ പറ്റത്തില്ല കൂട്ടുകാരെ. അറിയാവുന്നവർ ചേച്ചി ഈ വീഡിയോ എൻ്റെ കാണുവാണെന്നുണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞില്ലേ 24 മണിക്കൂർ 24 മിനിറ്റ് ചേച്ചി ഈ വീഡിയോ ഇടുന്നത്. എല്ലാവരോടും അങ്ങനെ ചേച്ചി പറഞ്ഞായിരുന്നല്ലോ. 24 പിന്നെ മണിക്കൂറാണ് വരുന്നത്, 24 മിനിറ്റ് പിന്നെ എടുത്ത് ഇടാനെന്ന്. അപ്പോൾ ചേച്ചി എനിക്കങ്ങനെ പറ്റത്തില്ല. 15 മിനിറ്റ് കൂടുതൽ എനിക്ക് വീഡിയോ ആയിക്കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവത്തില്ല. അതെന്താ ചേച്ചി അപ്പോൾ എങ്ങനെ ഇടുന്നതെന്ന് എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു തരണേ ചേച്ചി വീഡിയോയിലൊന്ന് പറയണേ. ഓക്കെ, എനിക്ക് 14 കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ എടുത്ത് 18 മിനിറ്റ്, എനിക്കത് ഇടാൻ പറ്റുന്നില്ല, ഡൗൺലോഡ് ആവുന്നില്ല. ഇനി ഫോണിൻ്റെ കുഴപ്പമാണോ എന്തോ, ഇതിനകത്തെ ട്രിക്ക് എന്തോ എന്ന് ചേച്ചി ഒന്ന് പറഞ്ഞു തരണേ. സോറി ചേച്ചി, നല്ല അറിയാവുന്നവരൊന്ന് പറഞ്ഞ് തരണേ. എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ഇട്ടാൽ മതി. അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണേ പ്ലീസ്. അപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്തേ. ഇനി ഞാൻ കടുക് പൊട്ടിക്കഴിയുന്ന ഇത് തോരൻ അരിഞ്ഞ് വെച്ചേക്കുന്നത് ചേർക്കുവേ. അപ്പോൾ ഇനി പിന്നെ അത് റെഡിയാക്കി കഴിഞ്ഞ് ഞാൻ കാണിക്കാം. ഓക്കെ, ചേച്ചി വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാ ഞാനിപ്പോൾ ചേച്ചി ഒന്ന് പറഞ്ഞു തരണേന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വിചാരിക്കും ചേച്ചിയോട് മാത്രമായിട്ട് പറഞ്ഞത്. അപ്പോൾ അറിയാവുന്ന എൻ്റെ വീഡിയോ കണ്ട് ഇത് അറിയാവുന്നവരാരാണെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരണേ. കാര്യം എനിക്ക് 15 മിനിറ്റ് കൂടുതൽ വീഡിയോ ആയിക്കഴിഞ്ഞാൽ 16 മിനിറ്റ് ആയാലും വീഡിയോ ഇടാൻ പറ്റത്തില്ല. അത് ചേച്ചി ഇന്നാളി പറഞ്ഞിട്ടുണ്ടായിരുന്നു 24 മിനിറ്റ് വീഡിയോ എടുത്ത് വേണം ഇടാൻ. എല്ലാവരും അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ചേച്ചി എങ്ങനെ ചെയ്യുന്നതെന്ന് ഒന്ന് പറഞ്ഞു തരാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത് അറിയാവുന്ന വേറെ ആരാണെങ്കിലും, എൻ്റെ വീഡിയോ കാണുന്നവരാരാണെങ്കിലും ഇത് അറിയാവുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്ത് ഇനി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വയ്ക്കാം. അവിടെ ഇരുന്ന് വേവട്ടെ. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ തോരൻ റെഡിയായി. ഞാൻ ഫോൺ എടുക്കത്തില്ല കേട്ടോ. ഫോൺ എടുക്കാതെ ഇങ്ങനെ കാണിക്കുന്നത്, ഫോൺ എടുത്താൽ എനിക്ക് ഇന്നാളി കറിക്കകത്ത് വീണതുകൊണ്ട് പേടിയാണ്. അതുകൊണ്ട് അത് തന്നെയല്ല, എൻ്റെ ഫോണ് താഴെ എങ്ങാനും വീണാൽ ഇനിയും കിട്ടത്തില്ല. അയ്യോ, എൻ്റെ കഴുത്തിന് വീക്കമുണ്ടെന്ന് തോന്നില്ല, പേടി വരുന്നു ഇങ്ങനെ നിന്നിട്ട്. അപ്പം നമ്മുടെ തോരൻ റെഡിയായി. ഇനി ഞാൻ അടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കാനെ കൊണ്ട് പോവാം. അതെ, ഇഞ്ചിയും വെളുത്തുള്ളി ഇത് പേസ്റ്റ് ആക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഓരോന്ന് എടുക്കാനെ കൊണ്ടേ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് എടുത്തിടാം. ഇപ്പം തന്നെ 8 മിനിറ്റ് ആയി. അപ്പോൾ ഇത് മിക്സിയിൽ അടിച്ചെടുക്കട്ടെ. ഇതേ കണ്ടോ, ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് ചിക്കൻ കറി വെക്കാൻ വേണം. പിന്നെ ഞാൻ ബാക്കിയുള്ളത് ഈ കുപ്പിക്കകത്താക്കി ഫ്രിഡ്ജിനകത്തങ്ങ് വെക്കും. പിന്നെ നമുക്കാണെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ തോരൻ എന്തെങ്കിലും വെക്കാനോ അല്ലെങ്കിൽ മുട്ടക്കറി വെക്കാനോ കടലക്കറി വെക്കാനോ ഇതിനൊക്കെ നമുക്ക് പെട്ടെന്ന് തീർത്തി വെച്ച് നമ്മൾ വെക്കുന്ന ഉടനെ നമുക്ക് ഫ്രിഡ്ജ് പെട്ടെന്ന് തുറന്നെടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് എടുത്തിട്ട് നമുക്ക് ആക്കിയാൽ മതി, പെട്ടെന്ന് റെഡി ആവുമല്ലോ. അപ്പോൾ ഇനി ഞാൻ ചിക്കൻ്റെ പരിപാടിക്ക് പോയിട്ട് ചിക്കൻ കട്ട് ചെയ്യട്ടെ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ചിക്കൻ കറി വയ്ക്കാം. കറി വയ്ക്കാനെ കൊണ്ട് ഞാൻ പാൻ അടുപ്പേ വെച്ചു. കാണാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ. ചിക്കനെല്ലാം കട്ട് ചെയ്തു, കഴുകി വൃത്തിയാക്കി എടുത്തു. പിന്നെ സവോളയും എല്ലാം അരിഞ്ഞ് റെഡിയാക്കി. ദേ കണ്ടോ, സവോള, പച്ചമുളക്, തക്കാളി എല്ലാം റെഡിയാക്കി. അപ്പം നമുക്ക് ചിക്കൻ കറിക്ക് പാനിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം.
നമുക്ക് സവോളയും ചെറുള്ളിയും കൂടെ കേട്ടോ. ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഉപ്പിൻ്റെ സ്പൂൺ ഇതിനകത്തായി പോയി കേട്ടോ. ഇതിപ്പോൾ ചിക്കൻ കറി പൂർത്തിയാവുന്നിടം വരെ വീഡിയോ കാണത്തില്ല, കാര്യം ഇപ്പം തന്നെ 11 മിനിറ്റ് ആയി. ഉള്ളത്രയും ഞാൻ എടുക്കത്തുള്ളേ, എടുക്കാൻ പറ്റുന്ന അത്രയും എടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം, കാര്യം പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടും. അപ്പം നമ്മുടെ ചിക്കൻ്റെ ഉള്ളിയെല്ലാം വഴണ്ടു. ഇനി നമുക്ക് ചിക്കൻ ഇനി നമുക്ക് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത്തരം വരെയും കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ കൂട്ടുകാരെ, കാണിക്കാൻ പറ്റുന്നത് അത്രയും കാണിക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ടു. ഇനി നമുക്ക് മുളക് പൊടി ഇടും. ഇവിടെ ചിക്കൻ മസാലയൊന്നും ഇല്ല കേട്ടോ, ചിക്കൻ മസാലയൊന്നും ഇവിടെ മേടിക്കത്തില്ല. ഞാൻ പിന്നെ പൊടിച്ച് വെച്ച മസാല കേട്ടോ, നമ്മുടെ നാട്ടിൽ നിന്ന് ഗരം മസാലക്കൂട്ട് കൊണ്ടുവന്നിട്ട് അവർ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു. അപ്പം ഞാനത് ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അനിയത്തി വിളിക്കുന്നു കേട്ടോ. മുമ്പേ വിളിച്ചപ്പോൾ ഞാൻ കട്ട് ചെയ്തതാണ്. കാര്യം അന്നേരം അവൾക്ക് അറിയാം ഞാൻ വീഡിയോ എടുക്കുവാന്ന്. കുരുമുളകാണേ. ഇനി ഞാൻ പൊടിച്ചു വെച്ച ഗരം മസാല. നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. 15 മിനിറ്റ് ആയാലും എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. ഇത്രയും നേരം എടുത്തത് വേസ്റ്റായി പോകും. തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ അത് തക്കാളി ഒന്ന് വേകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കൻ ഇട്ട് കൊടുത്തു. ഇനി ഈ ചിക്കൻ്റെ വെള്ളത്തിൽ ഇരുന്ന് കുറേ നേരം ഒന്ന് ഇരിക്കട്ടെ. ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് വരും. അങ്ങനെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ചു വയ്ക്കാം. എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർക്കാം. ഇത് ഇങ്ങനെ അടച്ചു വയ്ക്കുന്ന ചിക്കനകത്തെ വെള്ളം തന്നെ ഇറങ്ങി ചിക്കൻ്റെ കാല് കണ്ട് അടുപ്പ് ചെയ്യുന്നു കേട്ടോ. ഇളക്കിയപ്പോൾ ചാടിയതാണ്. അപ്പോൾ ഇത് നമുക്ക് അടച്ചു കൊടുക്കാം. തീ കുറച്ചിടാം. അപ്പം ചിക്കൻ്റെ വെള്ളം ഇറങ്ങി അത് വേകും. അപ്പോൾ ഈ വീഡിയോ ഞാൻ നിർത്തുക. ഇപ്പം തന്നെ 15 മിനിറ്റ് ആകാറായിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത വീഡിയോ വരും വരേക്കും ബായ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് കാണുന്നവർ മൊത്തം കാണണേ, വീഡിയോ മൊത്തം കാണണം. ഓക്കെ, എന്നിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂട്ടുകാർക്കും നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണേ. ഓക്കെ ബായ്. 14 മിനിറ്റ് ആയി കേട്ടോ.